പുഴയിൽ നല്ല പിടയ്ക്കണ ചെമ്പല്ലിനെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇതേ പാത്രത്തിലിട്ട് ഇനി മൂർച്ചയുള്ള കത്തീനെ വീണ്ടും അരച്ച് മൂർച്ച കൂട്ടി പൊണ്ടാട്ടി അത് അരിഞ്ഞ് മീനെ നന്നായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടി ശരിക്കും അരിഞ്ഞങ്ങോട്ട് കൊടുക്കുകയാണ്. ചെറിയ വേദനയുണ്ടെന്ന് തോന്നണം മീൻ. അങ്ങനെ അരിഞ്ഞു വെച്ച് ഇനി നമുക്കിതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാം. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല ഇട്ട് ചെറിയൊരു പാത്രത്തിലിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതേ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇത്തിരി വെളിച്ചെണ്ണ, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ഇഞ്ചി പേസ്റ്റ്, ഒരു നാരങ്ങ ഇട്ട് അങ്ങോട്ട് ഉരുട്ടി കൊടുത്ത് മുറിച്ചതിനെ അതിൻ്റെ നീരും ഒഴിച്ച് ഒരു നാരങ്ങയുടെ നീര് നന്നായിട്ട് ഞെരട്ടി കൊടുക്കുന്നുണ്ട്. വിരൽ വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നന്നായിട്ട് ഞെരടുന്നുണ്ട്. അതിന് ശേഷം ജാറിലോട്ട് ഇത്തിരി കടുകും ഇത്തിരി ഉലുവ ഇട്ട് അത് പൊടിച്ചത് മിക്സ് ചെയ്ത് അതും കൂടി ഇതിനകത്തോട്ടിട്ട് കുരുമുളക് പൊടി ഇട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. ദാണ്ടേ കുറച്ച് വെള്ളവും ഒഴിച്ച് ഇനി നമ്മുടെ സുന്ദരനായ 2 മീൻ അങ്ങോട്ട് അരിഞ്ഞു വെച്ചേക്കണം അങ്ങോട്ട് പുറത്തോട്ടെടുത്ത് പൊത്തി അങ്ങോട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങോട്ട് പൊത്തി കൊടുക്കുന്നുണ്ട്. വളച്ച് പിടിച്ചിട്ടാണ് പൊണ്ടാട്ടി ചെയ്യണേ. ശരിക്കും അങ്ങോട്ട് കയറി പിടിക്കാൻ വേണ്ടിയാണത്. നല്ലതായിട്ട് അങ്ങോട്ട് പുരട്ടിയോണ്ട് കുട്ടപ്പനായിട്ട് വെച്ച് ഇനി അതിനങ്ങോട്ട് കയറി പിടിക്കാൻ വേണ്ടി അതങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കാം. അടുപ്പ് കത്തിച്ച് ഉരുളി വെച്ച് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് അതങ്ങോട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഉണ്ടായിട്ടുള്ള കാന്താരി അങ്ങോട്ട് ഇട്ട് ശരിക്കും ഒന്ന് വാട്ടിയെടുക്കുമ്പോഴേക്കും കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പുറകെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വാട്ടിയാണ്ട് എടുക്കുക. ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അവനെയും കൂടെ അങ്ങോട്ട് ഇട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം നല്ല അടിപൊളി വേപ്പില അതും അങ്ങോട്ട് അടർത്തിയിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പൊത്തി വെക്കുക, ഒന്ന് മൂടി വെക്കുക കുറച്ച് നേരം. ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കുക. ആ സവാളേനൊക്കെ അങ്ങോട്ട് ഒതുക്കിയാണ്ട് വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വാട്ടി അതും മിക്സ് ചെയ്ത് അതും ഒന്ന് കൊത്തി വെക്കുക. ആ ഒരു സമയത്ത് ഞങ്ങളുടേതായ ചെറിയൊരു റൊമാൻസ് അപ്പം എനിക്കൊരു പണി കിട്ടി. അപ്പം തന്നെ ആ ഒരു മിക്സിയും കൊണ്ടുവന്നൊരു തേങ്ങ അരച്ച് ഒരു തേങ്ങാപ്പാൽ ഈ സമയത്ത് നമ്മൾ ആ മീനെടുത്ത് വറക്കാൻ വെച്ച് അപ്പം തന്നെ വേപ്പില അരച്ചേ അപ്പം തന്നെ പൊണ്ടാട്ടി പോയി വാഴല വെട്ടിക്കൊണ്ടുവന്ന് വാട്ടിയെടുത്തിട്ട് ആ മസാല അങ്ങോട്ട് നിരത്തി കൊടുക്കുകയാണ്. ആ മീനങ്ങോട്ട് നമുക്ക് അതിന് പൊതിഞ്ഞ് വെക്കണ്ടേ, അതിന് വേണ്ടി മീനങ്ങോട്ട് വെച്ച് അതിൻ്റെ മീതെ അങ്ങോട്ട് പൊത്തി കൊടുത്ത് ശരിക്കും ഒന്ന് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് പൊതിഞ്ഞ് ആ വാഴയുടെ നാരുകൊണ്ട് തന്നെ കെട്ടി വെച്ച് നേരെ ഒന്ന് പൊള്ളിച്ച് എടുത്ത് തുറക്കുകയാണ്. പൊള്ളിച്ച മീൻ അങ്ങോട്ട് നമ്മൾ തുറക്കുകയാണ്. അതിൻ്റെ കെട്ട കഴിച്ച് നാര കഴിച്ച് നല്ല സ്മെല്ലും മഞ്ഞുണ്ട്. നന്നായിട്ട് വാടിയിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ നല്ല സൂപ്പർ. ഞങ്ങളുടെ ചെമ്പല്ലി, പുഴയിലെ ചെമ്പല്ലി ഉണ്ടാകും, ചെമ്പല്ലി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിൻ്റെ മസാല എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. തേങ്ങാപ്പാലിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. കുറച്ച് മീനെടുത്ത് ആ മസാലയുടെ കൂടെ വെച്ചിട്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വന്നുണ്ട്. കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട്. ഉഷാറുണ്ട്, സൂപ്പർ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിപ്പോൾ ചെമ്പല്ലി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ചെമ്പല്ലി ട്രൈ ചെയ്താൽ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. വലിയ പിലോപ്പിയോ അല്ലെങ്കിൽ കരിമീനോ എന്തെങ്കിലും വലുതാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. നെയ്യും ഉണ്ടാവും അത്യാവശ്യം. ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ.